മന്ത്രി കൂടി നേരിട്ട് പങ്കുചേരുകയാണ് ഈ സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിക്കാൻ. കായിക വകുപ്പ് മന്ത്രി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. വെരി ഗുഡ് മോർണിംഗ്, വാമോസ് അർജന്റീന. മിനിസ്റ്റർ അബ്ദുറഹ്മാൻ. Good morning, Arun. Yes. Happy news. ഇന്ന് രാവിലെ വളരെ സന്തോഷത്തിലാണ് അരുൺ. തീർച്ചയായിട്ടും നമ്മൾ അത്ര പഴി കേട്ടില്ലേ മിനിസ്റ്റർ? ഇപ്പോ നോക്കൂ, എല്ലാ ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ജയവും തോൽവിയും ഒക്കെ തന്നെ മധുരമാണ് ഇതിൽ. അതാണ് സംഭവിച്ചത്. നമ്മൾ ആരും ഇന്നേ വരെ പറഞ്ഞില്ല, കായിക വകുപ്പ് പറഞ്ഞില്ല, സർക്കാർ പറഞ്ഞില്ല, അർജന്റീനൻ ടീമിനെ കൊണ്ടുവരും എന്നുള്ളത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഫുട്ബോളിൽ സ്നേഹിക്കുന്നവരുടെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മളത് ഏറ്റെടുത്തു, അത് നടപ്പിലാക്കാനും ശ്രമിച്ചു. നിലവിൽ എന്ത് സംഭവിച്ചു? ഒക്ടോബറിൽ വരുന്ന ഒരു ടീം അവർ ജനുവരി ആവശ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2025 കളിയാണ് നമ്മൾ പറഞ്ഞത്, അതുകൊണ്ട് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ നിങ്ങൾ വരണമെന്ന് ആവശ്യപ്പെട്ടു. അത് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം അംഗീകരിച്ചു, അവർ വരുന്നു. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് വലിയ രീതിയിൽ ഒരു വാർത്തയാക്കി ജനങ്ങളുടെ ഇടയിൽ മോശം പ്രതികരണവും ഒക്കെ തന്നെ സൃഷ്ടിക്കാൻ കാരണമായിട്ട്. പക്ഷെ എന്തായാലും മെസ്സി അടക്കമുള്ള 2022 ലോകകപ്പ് കളിച്ച ടീം കേരളത്തിലെത്തും. ഏറ്റവും നല്ല സൗഹൃദ മത്സരമായിരിക്കും അതെന്നാണ് എനിക്ക് പറയാൻ. ഞാനിപ്പോൾ എം വിജയനുമായി നമ്മൾ സംസാരിക്കുകയായിരുന്നു മിനിസ്റ്റർ. അപ്പോൾ നമ്മൾ പറയുന്നത് യഥാർത്ഥ കായിക പ്രേമി, യഥാർത്ഥ ഫുട്ബോൾ പ്രേമി ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്പം ഒന്ന് ചങ്ക് പിടഞ്ഞുപോയി. അവരാണ് ഇന്നിപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ രാവിലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പേജിൽ പോയി നോക്കിയപ്പോൾ അതിൽ മുഴുവൻ മലയാളികളുടെ കമൻ്റാണ്. യഥാർത്ഥത്തിൽ കേരളം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ശ്രീ അബ്ദുൾ റഹ്മാൻ. തീർച്ചയായും അതുകൊണ്ടാണല്ലോ നമ്മൾ അർജന്റീന കേരളത്തിൽ വന്ന് കളിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. കേരളത്തിൽ അർജന്റീന ഫാൻ മാത്രമല്ല, വിവിധ ക്ലബ്ബുകളുടെ ഫാൻസും എല്ലാവരുമുണ്ട്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ടീം, ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമും കളിക്കാരും വരിക എന്നുള്ളത് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ IM വിജയനെ പോലുള്ള കളിക്കാരൊക്കെ തന്നെ ഒരു വേദിയിൽ പോകുമ്പോൾ അവിടെ അവർക്ക് കിട്ടുന്നൊരു സ്വീകരണമുണ്ട്. അത് സിനിമാക്കാരെക്കാളും നല്ലൊരു സ്വീകരണം, കയ്യടി, പ്രോത്സാഹനമൊക്കെ തന്നെ എപ്പോഴും ലഭിക്കാറ്. അതൊരു കാഴ്ചയാണ്. അപ്പോൾ ഫുട്ബോളിനോട് എങ്ങനെയാണ്, കായിക മേഖലയോട് എങ്ങനെയാണ് ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാഴ്ചയാണ്. തീർച്ചയായും കേരളം ഒന്നടങ്കം മെസ്സിയെ സ്വീകരിക്കാനും ഈ കളി കാണാനും ആഗ്രഹത്തോടെ ഇരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം, നമുക്ക് നമ്മുടെ സ്റ്റേഡിയങ്ങളുടെ സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ അറിയാം. അപ്പോൾ ഒരു നിശ്ചിത ആളുകളെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതെന്ന് അറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് കൂടി മെസ്സിയെ കാണാൻ, നേരിട്ട് കാണാനുള്ള സന്ദർഭം ഒരുക്കാനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ എത്ര ലക്ഷം ആളുകൾ വന്നാലും മെസ്സി ഫാൻസിന് മെസ്സിയെ കാണാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കും. എനിക്ക് തോന്നുന്നു ഇത് നമ്മളുടെ ഇക്കുറി ഒരു ഓണസമ്മാനമായിട്ട് കേരളത്തിലെ കായിക പ്രേമികൾക്ക് ഇത് കൊടുക്കുകയാണ്. ഇത് കേരളത്തിന് മാത്രമല്ല, ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ മെസ്സി ഇനിയിപ്പോൾ അടുത്ത കാലത്ത് വരുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല. മാത്രമല്ല ഇതേ ഫോമിൽ മെസ്സി അടുത്ത ലോകകപ്പ് കൂടി കളിച്ച് പോകുന്നതിന് മുൻപുള്ള വരവാണ്. അപ്പോൾ ഈ വിൻഡോയിൽ തന്നെ വരുന്നു എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ കായിക പ്രേമികളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം, വലിയൊരു ആഹ്ലാദവും പ്രോത്സാഹനവും ആവേശവും നൽകുന്ന കാര്യമാണ്. കേരളത്തിൽ നിന്ന് പുറത്തുള്ളവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് മെസ്സിയെ കാണാൻ വരാൻ, അല്ലേ മിനിസ്റ്റർ? തീർച്ചയായും. നോക്കൂ, ഇതിൽ അടുത്ത ലോകകപ്പിന് ശേഷം അദ്ദേഹം വിരമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2025 തന്നെ കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരണമെന്നും നല്ലൊരു കളി നടത്തണമെന്നും ആഗ്രഹിച്ചത്. ഇവിടെ നോക്കൂ, ലോകത്തിലുള്ള മലയാളികൾ മുഴുവൻ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മലയാളികളും എത്ര കോൾസാണ് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. 4 മണി മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ മെസ്സിയെ കാണിക്കാനും അദ്ദേഹത്തിൻ്റെ ഫാൻ മീറ്റിൽ പങ്കെടുക്കാനുമുള്ള സൗകര്യം നമ്മൾ ഒരുക്കും. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഈ സാധാരണ ഓണനാളിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ നാളുകളാണല്ലോ മലയാളികൾക്ക്. ഇത്തവണയും ഏറ്റവും നല്ല ഓണസമ്മാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം അങ്ങയോട് പങ്കുവെക്കുകയാണ്.
മിനിസ്റ്റർ ഇതിൽ പറയാനുള്ളൊരു കാര്യം, പറഞ്ഞോളൂ. ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും ഞാനൊരു കാര്യം കൂടി പറയാം. നോക്കൂ, ആദ്യത്തെ സ്പോൺസറുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ എലിജിബിൾ അല്ല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. ആ സമയത്താണ് റിപ്പോർട്ടർ ചാനൽ ഈ ചാലഞ്ച് ഏറ്റെടുക്കുന്നത്. ഐ എം വെരി ഹാപ്പി ടു ദാറ്റ്. കാരണം ഇത്രയും വലിയ പണം മുടക്കി സർക്കാരിൻ്റെ ഇത്രയും വലിയൊരു ആഗ്രഹം, കാരണം കായിക പ്രേമികളുടെ ഇത്രയും വലിയ ആഗ്രഹം നടത്തി കൊടുക്കാൻ അവർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ്. പക്ഷേ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ റിപ്പോർട്ടർ TV തയ്യാറായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പേഴ്സണലായി പറയാം, കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. മിനിസ്റ്റർ, ഈ കുട്ടികൾ ഒരു നോക്കെങ്കിലും മെസ്സിയെ കണ്ട് ഫുട്ബോളിലേക്കൊന്ന് വരിക, ഫുട്ബോളിലേക്ക് ഒരു ആവേശം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മതി. അവരുടെ ഒരു ആവേശവും ആ ഒരു ഈ ലഹരിയിലേക്കൊക്കെ വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതാ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ, മെസ്സിയെ പോലെ ആവാൻ പറയണം. ഇന്നേ വരെ ട്രാക്ക് റെക്കോർഡിൽ അത്തരത്തിലുള്ള ഒരു ആരോപണവും കേൾപ്പിക്കാത്തൊരു കളിക്കാരനാണ്. അത്തരത്തിൽ എല്ലാവർക്കും യഥാർത്ഥത്തിൽ ആദ്യത്തെ ജീവിതത്തിൻ്റെ ഘട്ടത്തിലൊക്കെ തിരിച്ചടി ഉണ്ടാവുമ്പോഴും അവിടെ നിന്ന് തിരികെ വരുന്ന മെസ്സിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ അർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയെ കൂടിയാണ് നമ്മൾ സമ്മാനിക്കുന്നത്. മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാണ്. ശരിക്കും ജയവും തോൽവിയും എങ്ങനെയാണ് പുതിയ തലമുറ ഉൾക്കൊണ്ടത്, എങ്ങനെയാണ് നേട്ടത്തിലേക്ക് നടന്ന് കയറുന്നത് എന്നുള്ളതിൻ്റെ പുതിയ ജനറേഷന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ കളിയും അദ്ദേഹത്തിൻ്റെ ജീവിതവും. വളരെ വളരെ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. തീർച്ചയായും അതുതന്നെയാണ്. മിനിസ്റ്റർ, എന്തെല്ലാം കേട്ടു അല്ലേ? മെസ്സി ചതിച്ചാശാനെ എന്നതായിരുന്നു ആ ആഴ്ചകളിൽ, ആ ദിവസങ്ങളിൽ ഇറങ്ങിയ പല ട്രോളുകളും അങ്ങയുടെ ഫോട്ടോ വെച്ച്. മിനിസ്റ്റർ, അല്ല, മെസ്സി ഈസ് മിസ്സിങ് എന്നാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു വന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ അന്നും പറഞ്ഞു മെസ്സി വരും ഇട്ടോ. അത് വളരെ സൗഹാർദ്ദത്തിലുള്ള ഒരു കാര്യമല്ലേ. ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട, മെസ്സി വരും ഇട്ടോ. ഫുട്ബോൾ പ്രേമികളാണ്, വിമർശകരോടല്ല. മെസ്സിയും ചതിക്കില്ല, കേരള സർക്കാരും ചതിക്കില്ല, റിപ്പോർട്ടർ TVയും ചതിക്കില്ല, ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ ആരാധകരും അർജന്റീന അസോസിയേഷനും ചതിക്കില്ല, അല്ലേ മിനിസ്റ്റർ? ഇല്ല, തീർച്ചയായും അത് കണ്ടു കഴിഞ്ഞല്ലോ. ഇപ്പോൾ അർജന്റീനൻ നാഷണൽ ടീമിൻ്റെ അവരുടെ വെബ്സൈറ്റിൽ AFA പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു, പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. തന്നെ മറ്റൊന്ന് ആലോചിക്കാം, ചില മാധ്യമങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമാണത്. അതെ, എല്ലാവരും അല്ല, ചില ആളുകളൊക്കെ ഈ വാർത്ത കൊടുക്കണമല്ലോ എന്ന് കരുതി രാവിലെ കൊടുക്കുന്നത് കണ്ടു. അർജന്റീന വരും കേട്ടോ എന്നൊരു ഭാവത്തിലാണ് ചിലരൊക്കെ കൊടുത്തത്. ചില ആളുകൾ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ കൊടുത്തു, വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചവരാണെങ്കിൽ പോലും. ഞാൻ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ കുറിച്ചല്ല, ഒന്ന് രണ്ട് ചില മാധ്യമങ്ങൾ പറയാതിരിക്കാൻ വൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. അർജന്റീന വരും കേട്ടോ എന്നാണ് രാവിലെ പറഞ്ഞത്. ആവേശമൊക്കെ അങ്ങ് പോയി. പക്ഷെ ഞാനൊരു കേരളത്തിലെ ഒരു മാധ്യമം ചെയ്ത ഒരു കാര്യം പറയട്ടെ. അർജന്റീനൻ നാഷണൽ ടീമിന് ഒരു കത്തയച്ചു കേരളത്തിൽ നിന്നും, ഒരു മാപത്രം, ഒരു മാധ്യമത്തിൻ്റെ ഒരു കക്ഷി. 10 ചോദ്യങ്ങളാണ്, കേരളത്തിൽ വിവരാവകാശം കൊടുക്കുന്ന പോലത്തെ 10 ചോദ്യങ്ങളാണ് AFAക്ക് അയച്ചത്. കരാർ ഒപ്പിട്ടിട്ടുണ്ടോ, എത്ര പണം വാങ്ങി, ആരെല്ലാമാണ് കളിക്കാൻ വരുന്നത്. ഈ പത്രക്കാരനൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ഒരു മാധ്യമം കരുതിയത്, അല്ലെങ്കിൽ ആ ഒരു മാധ്യമത്തിൻ്റെ മുതലാളി ശ്രമിച്ചത് ഈ അർജന്റീൻ ടീമൊക്കെ ഇവരെ കീഴിലുള്ള ഏതോ ആ ചാനലിലെ ജോലിക്കാരെ പോലത്തെ ആളുകളാണോ എന്നൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ വിദേശത്തുള്ള ഒരു വിദേശ രാജ്യത്തിലുള്ള ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഇത്തരത്തിലുള്ള കത്തയക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ തന്നെ താഴ്ത്തി കാണിക്കുന്ന രീതിയല്ലേ അവിടെ ആലംബിച്ച്. അവർ പറഞ്ഞത് എന്താണെന്നറിയോ? അവർ പറഞ്ഞത് ഇതെന്ത് രീതിയാണ് നിങ്ങളുടെ പത്രപ്രവർത്തനം എന്നാണ് അവർ ചോദിച്ചത്. മറ്റൊരു പത്രക്കാരൻ 25 വിവരാവകാശമാണ് നമ്മുടെ വകുപ്പിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിനെല്ലാം തന്നെ മറുപടി പറയാതിരിക്കലാണ് നല്ലത്. നമ്മൾ പ്രവൃത്തി കൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടുക എന്നുള്ള. നമുക്കിനി മെസ്സി വരുന്നത് കാണണം, മെസ്സി കളിക്കുന്നത് കാണണം. മെസ്സി കളിക്കുന്നത് നമുക്ക് നാട്ടുകാരെ കാണിക്കണം, അവർക്ക് ആ കളിയിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളണം. തെറ്റായ വഴികളിൽ പോകുന്നവർ മെസ്സിയെ കണ്ടും ഫുട്ബോളിനെ കണ്ടും ഫുട്ബോളിനെ ഒരു മതമായിട്ട് കണ്ടും ഒരുമിച്ച് കൂടണം.
ഒരു വ്യത്യാസവുമില്ലാതെ നമ്മൾ അവരെ ഒരു കുടക്കീഴിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തിക്കും അല്ലേ മിനിസ്റ്റർ? ഒരു ഭേദവുമില്ലാതെ നാട് ഒരുമിച്ച്. തീർച്ചയായും അത് മാത്രമല്ല, അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ കയറാൻ പറ്റാത്തവർക്ക്, സ്റ്റേഡിയത്തിൽ കയറാൻ പറ്റാത്തവർക്ക് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഫാൻ ഷോ നമ്മൾ ഒരുക്കും. അതാണല്ലോ നമ്മുടെ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികളോട് നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സംവിധാനം കൂടി ഇതിലൊരുക്കും. മിനിസ്റ്റർ, ഒരിക്കൽ കൂടി മിനിസ്റ്ററിന് കൂടി താങ്ക്സ് പറയുന്നു. കാരണം ആ വിമർശനങ്ങൾ ഏറ്റത് മാത്രമല്ല, ഇതിന് പിന്നിൽ റിപ്പോർട്ടർ TV ആൻറ്റോ വാഗസ്റ്റിനും നമ്മളുടെ ചെയർമാനും നമ്മുടെ വൈസ് ചെയർമാനും നമ്മുടെ കമ്പനിയിലെ പ്രവർത്തകരും എടുത്ത എഫേർട്ടിൻ്റെ ഇരട്ടി എഫേർട്ട് അങ്ങും എടുത്തിട്ടുണ്ട്. പലതവണ അങ്ങ് ഈ കാര്യങ്ങൾ അവരുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ എഫേർട്ടിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മളുടെ മെസ്സി എത്തുകയാണ്. ആ സന്തോഷ വാർത്ത ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്. വാമോസ് അർജന്റീന മിനിസ്റ്റർ. Thanks to Reporter Channel. Thanks to Report Channel. Thank you.